2 ദിവസം കഴിഞ്ഞിട്ട് തരാം. എന്ത് ക്യൂട്ടാ നോക്കി. വന്നാടാ. എടാ നോക്കിയടാ എന്ത് ക്യൂട്ടാടാ. കൊള്ളടാ, അടിപൊളി. ഭയങ്കര രസമല്ലേ കാണാൻ? നല്ല രസമുണ്ട്. എപ്പോ കൊണ്ടുവന്നു? ഇതേ ഇപ്പൊ കൈ കിട്ടിയതേ ഉള്ളൂ. ആണോ? ആഹാ. ശരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ നല്ല ഉടുപ്പൊക്കെ അല്ലേ? ഭയങ്കര പാടായിരിക്കും ഇത് വലിച്ചു കയറ്റാനൊക്കെ. അയ്യോ എടാ, ഈ പറഞ്ഞ പോലെ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എടാ ഞാനേ ഇങ്ങനെ പിടിച്ച അങ്ങനെ ഇരിക്കും. എടാ ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞു? എടാ ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. നീ ഒരു മയത്തിൽ പറഞ്ഞാൽ മതി എടാ. കൊള്ളാം. ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ? അല്ല ഇങ്ങനെ വെക്കണോ? അല്ല, അതിന് അങ്ങനെ നിയമങ്ങളൊന്നും ഇല്ലടേ. ഇല്ലേ? നമ്മുടെ ഒരു സൗകര്യം പോലെയാണല്ലോ. ആണോടാ? ഒരു നീ വന്നില്ലേ? എടാ, ഇതൊരു പാവയാണെന്നുള്ളൊരു ബോധം നിനക്ക് വേണം. ചോറൊന്നും വാരി കൊടുത്ത് കളയരുത്. നല്ല കോമഡി. പിന്നെ നീ എന്താ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? അല്ലടാ, അങ്കിൾ ടാറ്റു കൊടുത്തേ പോവാൻ പറ. അപ്പൊ നീ എടാ എടാ കേട്ടു. എന്താണ്? അല്ല, ശല്യം ചെയ്യില്ല. അതിന് ഉറങ്ങാൻ സമയമായി. പാട്ട് പാട്ടി പോകട്ടെ. ജോലി കിട്ടിയെന്ന് അറിയുമ്പോഴത്തേക്കേ കൊച്ചിനെ ഉറക്കുന്നതാണ് കാണുന്നത്. കേട്ട് കഴിഞ്ഞാൽ നീ കൊച്ചിനെ പ്രസവിക്കുന്ന പോലെയൊക്കെ ഉള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നിത്യോടൊക്കെയാണല്ലോ ഒരു മയത്തിൽ ഇത് പറഞ്ഞാച്ചാൽ മതി കേട്ടോ. അങ്കിള് പോയി. ഉറങ്ങടാ, ഉറങ്ങിക്കോ. ചച്ചിക്കോ ചച്ചിക്കോ. എന്താ മോനെ? അയ്യോ നല്ല പാവ. ഇതെവിടുന്ന മോനെ ഈ പാവ? നല്ല ക്യൂട്ടല്ലേ? നല്ല ക്യൂട്ട്. ശരിക്ക് ജീവനുള്ള കൊച്ചിനെ പോലെ തന്നെ ഇരിപ്പുണ്ട്. ഈ പാവ നീ എവിടുന്നെങ്കിലും അടിച്ചോണ്ട് പോകുന്നു? എന്താ ആന്റി, ഞാൻ അടിച്ചു മാറ്റുന്ന ആളാ. പിന്നെ നിനക്ക് എവിടുന്ന ഈ പാവ? അതൊക്കെ ഉണ്ട് പറയാം. ആന്റി ഞാനിപ്പോ വന്നതേ, ഈ കുട്ടികളെ വളർത്തുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അയ്യോ മോനെ, എനിക്കും വർക്കിച്ചനും കുട്ടികളില്ലല്ലോ. ഞാൻ അങ്ങനെ വളർത്തിയിട്ടൊന്നും. ആന്റി ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആന്റി കുട്ടികളെ വളർത്തുന്ന കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. കണ്ടിട്ടുണ്ട്. കുടുംബത്തൊക്കെ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ. ശ്രദ്ധിക്കണേ എന്തുവാ? കുഞ്ഞു പൊടി കൊച്ചുങ്ങളാണെങ്കിൽ ഈ തല കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ എടുക്കണം. തല കൂട്ടി പിടിച്ചിട്ടോ? മലർന്നു പോവാതെ. ഇങ്ങനെയല്ലടാ, കൈ കയറ്റി പിടിച്ചിട്ട് അങ്ങനെ. പിന്നെ ഒരു 2-3 മാസം വരെയൊക്കെ അമ്മയുടെ പാലും പിന്നെ ഈ കുപ്പിപ്പാലൊക്കെ കൊടുക്കാം. ഈ നമ്മള് കുളിപ്പിക്കുമ്പോഴേ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന ഒരു രീതികൾ. തിരുമ്മി കുളിപ്പിക്കുന്നത് അതെന്തിനാ? അത് കുഞ്ഞുങ്ങളുടെ ഫീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട് വരാൻ വേണ്ടിട്ട്. ഇങ്ങനെ മൂക്കൊക്കെ എടുത്തെടുത്ത് ഇങ്ങനെ കുളിപ്പിക്കത്തില്ലേ നമ്മള് സാധാരണ പാരച്യൂട്ട് എണ്ണയിലൊക്കെ കുളിപ്പിച്ചാ? അയ്യോ അല്ല, നാൽപ്പാമരാതി എണ്ണയൊക്കെ പിള്ളേർക്ക് തേച്ച് കുളിപ്പിക്കുന്നു നന്നായിട്ട് വെളുക്കാനായിട്ട്. നാൽപ്പാമരാതി. എവിടെ കിട്ടുക? അത് ആയുർവേദ കടകളിലൊക്കെ. ഫുഡ് എന്തുവാ? ഒരു 2-3 മാസം വരെ പാലൊക്കെ. അത് കഴിഞ്ഞ് 3 മാസമൊക്കെ ആവുമ്പോ മുതൽ കുറുക്കൊക്കെ കൊടുക്കും. കുർക്കുറിയാ? അയ്യോ കുറുക്കുറ അല്ലടാ, കുറുക്ക്. ഈ പഞ്ഞപ്പുല്ലിന്റെ കുറുക്കേ. ഇപ്പൊ പിന്നെ പൊടിയൊക്കെ കിട്ടും, റാഗിപ്പൊടി. മറ്റേ പണ്ട് ഞങ്ങളുടെയൊക്കെ കാലത്തൊക്കെ നേരോലൊക്കെ അല്ലടാ, പഞ്ഞപ്പുല്ല്, റാഗി, മുത്താറി എന്നൊക്കെ പറയത്തില്ലേ. അതിങ്ങനെ കുതിർത്ത് കല്ലേ വെച്ച് അരച്ചിട്ട് അത് അരിച്ച് അതിന്റെ തൊണ്ടൊക്കെ കളഞ്ഞ് അത് കുറുക്കി ശർക്കരയൊക്കെ ചേർത്ത്. ഇത്രയും പാടാണോ ഫുഡ് കൊടുക്കാൻ? അങ്ങനെ കൊടുത്താലേ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 5-6 മാസമൊക്കെ ആകുമ്പോ ചോറ് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ പോട്ടെ. അല്ല, ഇതൊക്കെ നീ ചോദിക്കുന്ന കാര്യം എന്തോ? അതൊക്കെ ഒരു കാര്യമുണ്ട്. കല്യാണം കഴിച്ചിട്ടില്ല, കൊച്ചുങ്ങളും ഇല്ല, പിന്നെ നീ എന്തിനാ ഇതൊക്കെ അറിഞ്ഞു വെക്കുന്നത്? അതൊക്കെ ഉണ്ട് ആന്റി. പോട്ടെ ഞങ്ങള്. ബൈ. ഈ ചെറുക്കന് ഇതെന്തോ പറ്റി? ആന്റിയോ പേടിച്ചു പോയല്ലോ. എന്താടി? അതെ, കിരൺ വന്നിട്ട് ആന്റിയോട് എന്താ പറഞ്ഞേ? അവൻ വന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ
കൊച്ചുങ്ങളുടെ കാര്യമൊക്കെ ചോദിച്ചു. കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തുന്നത്, എന്തുവാ കൊടുക്കുന്നത്, എങ്ങനെ ഉറക്കുന്നത്, എങ്ങനെ എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു. ഒന്നും പറഞ്ഞില്ല. എന്താ ഇത് തന്നെ. എന്ത് തന്നെയെന്ന്? ഹീസ് നോ മോർ. അല്ല, കിരൺ ഈസ് അബ്നോർമൽ എന്ന് പറഞ്ഞ, അതായത് അവന് വട്ടാണെന്ന്. അയ്യോ വട്ടോ? അവനെ എന്തോ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു പോലും അവന്റെ കുടുംബത്തില്. അപ്പൊ അവൻ ഇന്ന് രാവിലെ എഴുന്നേക്കുമ്പോ ഞെട്ടി എഴുന്നേറ്റ് സ്വപ്നം കണ്ട് എന്തൊക്കെയോ പിച്ചുമ്പയൊക്കെ പറഞ്ഞ് അതിനുശേഷം ഈ കൊച്ചിനെ കൊണ്ട് നടപ്പാണ്. ആ കൊച്ചിന് ജീവൻ ഉണ്ടെന്ന് അവൻ വിചാരിച്ചിരിക്കുന്നത്. എന്റെ ദൈവമേ, ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്റെ കിരൺ മോനെ. അല്ല, ഞാനും അതാ വിചാരിക്കണേ, ഇത്ര പെട്ടെന്നൊക്കെ മനുഷ്യന്മാർ അബ്നോർമൽ ആവോ? ഇവിടെ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന പറ്റും, അവനെ എവിടെയെങ്കിലും കാണിക്കണ്ടേ? അതാണ്, വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല. അവനെ ആന്റീനെ എങ്ങാനും ഉപദ്രവിച്ചാൽ എന്നോട് പിന്നെ പ്രണയം ഉണ്ടായിരുന്നോണ്ട് ഉപദ്രവിക്കൂലായിരിക്കും അല്ലേ? അല്ലേ? ഇപ്പൊ എന്നെ ഉപദ്രവിക്കുന്നോ? ആന്റീനെ ചിലപ്പോ ഉപദ്രവിച്ചേക്കാം. ഞാൻ അവന്റെ അടുത്ത് പോയിട്ട് നയത്തിലൊന്ന് നോക്കട്ടെ, കൺഫേം ചെയ്യട്ടെ. അപ്പോഴത്തേന് ആന്റി ജീവനോടൊന്ന് ചോദിക്കാം. വാ നടക്ക്. ഓരോരോ വള്ളികളെ. ചിച്ചിടുവാവേ, ഉറങ്ങാണോ? ഉറങ്ങാൻ കണ്ണ് തുറന്നിട്ടാണോ ഉറങ്ങുന്നേ? കുട്ടികൾ കണ്ണുറന്ന് ഉറങ്ങാറ്. ആ, കണ്ണുറന്ന് ഉറങ്ങും. കണ്ണുറന്ന് ഉറങ്ങാറ് നിനക്ക് എങ്ങനെ അറിയാം? എനിക്കതൊക്കെ അറിയാം. ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കായിരിക്കായിരുന്നു. എന്താ? നീ ഇവന് പറ്റിയ നല്ലൊരു പേര് പറഞ്ഞു. ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് പറ, നല്ല ഐശ്വര്യമായിട്ടുള്ള ഒരു പേര്. ഓ, അപ്പൊ ഇവൻ ആൺകുട്ടിയാണോ? അത് പറഞ്ഞില്ലല്ലോ. ഞാൻ വിചാരിച്ച പെൺകുട്ടിയാന്ന്. ഏയ്, ആണിനും പെണ്ണിനും ഇടാൻ പറ്റുന്ന ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പേര് പറ. ഓ, ആണിനും പെണ്ണിനും ഇടാൻ പറ്റുന്ന. മുഖത്ത് നോക്കിയിട്ട് പറയണം. എന്നാ മുഖം കാണിക്കേ. മോൻ കാണുന്നില്ലേ? ഇല്ല. ഓ സോറി. ഇതിനെ കാണുമ്പോ എനിക്ക് എന്ത് പേരാന്നറിയോ ഓർമ്മ വരുന്നേ? എന്ത് പേരാ? ഇസബെല്ല. നിന്നെ കാണുമ്പോ എനിക്ക് എന്ത് പേര് ഓർമ്മ വരുന്ന അറിയോ? പടയക്ഷി. ഇത് ശരിക്കും നിനക്ക് പേര് പറയാൻ പറ്റുവാണെ പറ, ഇല്ലെങ്കിൽ വേണ്ട. അല്ല, നിനക്ക് എങ്ങനത്തെ പേരാ വേണ്ട? മലയാളിത്തുള്ള പേരാണോ വേണ്ടേ? അല്ല, ഒരു ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു മദാമയ്ക്ക് ഇടാൻ പറ്റിയ ഒരു പേര് പറ. ഓ, ഐ സീ. കൊച്ചു മലയാളിയല്ലേ? ആ, ഓക്കെ. നീ എന്തിനാ അല്ല, ഞാൻ പറഞ്ഞുതരാം, പേര് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു അടിപൊളി പേരുണ്ട്, ഭയങ്കര വെറൈറ്റി പേരാ. ഞാൻ ചെറുപ്പം തൊട്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ഇടണം എന്ന് ആലോചിച്ചിരുന്ന പേരാ. പറയട്ടെ? അത് തന്നെ ഇടണം, എന്റെ ആഗ്രഹം. അല്ലേ? നിനക്ക് എങ്ങനെ മനസ്സിലായി?